ഹലോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ പട്ടുപാവാടയുടെ കുർത്തിയുടെയൊക്കെ ബാക്കിൽ വെക്കുന്ന കെട്ടില്ലേ, കെട്ടിന് താഴെ വരുന്ന ആ സംഭവം, അതായത് ബോ പോലൊക്കെ ലെക്കാനെന്നോ എന്തോ അങ്ങനെ പറയുന്നതിന്. അപ്പോൾ അത് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പം വിഡ്ത്തും ലെങ്തും 4 സെൻറ്റിമീറ്ററാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതിൽ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്കത് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ മാർക്ക് ചെയ്തെടുക്കണേ. എന്നിട്ട് ലെവലിൽ തന്നെ കട്ട് ചെയ്യണം, മാറിപ്പോവരുത്. നല്ലപോലെ പിടിച്ച് ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ ഒറ്റ പീസിലേ കാണിക്കുന്നുണ്ട്, രണ്ടെണ്ണം എന്ന് വെച്ചാൽ ജോഡിയല്ലേ നമ്മൾ ബാക്കിലേക്ക് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരെണ്ണമേ എടുത്തിട്ടുള്ളേ. അപ്പോൾ ആ 2 പീസും ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ കോണോട് കോണ് മടക്കിയിട്ട് നല്ലതുപോലെ മേളിൽ നിന്ന് താഴോട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പം നേരെ പിടിച്ചുകൊണ്ട് അടിക്കുക. നമ്മുടെ വശം ഏതാണോ ആ വശത്തിന് വെച്ചുകൊണ്ട് അതടിക്കുക. ഞാനിപ്പോൾ താഴെ നിന്ന് മേലോട്ടാണ് കോണിലോട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ്. അടിച്ചിട്ട് താഴേക്ക് സൂചി കുത്തി നിർത്തിക്കൊണ്ട് താഴേക്ക് അടിച്ചെടുക്കുക. വീഡിയോ കാണിക്കുന്നത് പോലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണേ. അതങ്ങനെ അടിച്ചതിന് ശേഷം നമുക്കിനി അത് താഴ്വശം മേലോട്ടൊന്ന് മടക്കിയെടുക്കണം. അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരാവേ. കണ്ടോ, ഞാൻ വീഡിയോ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കോണിൻ്റെ ആ താഴത്തെ വശം, അതായത് മേളിലല്ല താഴത്തെ ആ ഭാഗം 2 സൈഡ് അങ്ങനെ പിടിച്ച് അടിച്ചെടുക്കുക. അത് ആദ്യമേ അങ്ങനെ മടക്കി വെച്ച് അടിക്കുന്നെങ്കിൽ അങ്ങനെ അടിക്കാം. ഞാനിപ്പോൾ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പീസയിൽ ഇങ്ങനെ അടിച്ചതിന് ശേഷം മടക്കി കാണിക്കുകയാണ്. അടുത്ത പീസ് ഞാൻ അല്ലാതെ കാണിച്ചു തരാം. അപ്പം താഴെ നിന്ന് മേലോട്ടൊരു മടക്കിയിട്ട് ലെവലിൽ വരണം കോണ്. ആ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ അടിച്ചെടുക്കണേ. നല്ലതുപോലെ അങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ലെവലെ പിടിച്ച് തന്നെ ചെയ്യണേ. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് തിരിച്ചിടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പീസ് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ വേണം നെക്സ്റ്റ് പീസ് നമുക്ക് അടിച്ചെടുക്കാൻ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി അടുത്തത് എടുക്കാം. അത് ഞാൻ ഇപ്പം കാണിച്ചു തരുവാണ്. ഞാൻ ആദ്യം മറ്റത് അടിച്ചതുപോലെ ഇങ്ങനെ കോണോട് കൂടി മടക്കിയിട്ട് ഞാൻ അടിക്കുന്നില്ല. പകരം ഞാനതങ്ങനെ നേരത്തെ നമ്മൾ രണ്ടാമതല്ലേ മടക്കി പിടിച്ചത്, അതുപോലെ ഞാനിപ്പോൾ ഇത് മടക്കി പിടിക്കുകയാണ്. ആദ്യമേ മടക്കി പിടിച്ചുകൊണ്ട് തന്നെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് എളുപ്പമുണ്ട്. ഇങ്ങനെ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ക്കാം. തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ മറ്റേ രീതിയിൽ തയ്ക്കുമ്പോഴല്ലേ ലെവൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് ഇപ്പം 2 സൈഡും അതുപോലെ അടിക്കണം. സൂചി മേളിൽ കുത്തി നിർത്തിക്കൊണ്ട് ഒരു മടക്കങ്ങോട്ട് മടക്കി പിടിച്ചുകൊണ്ട് അടിച്ചെടുക്കാം. വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാമെങ്കിൽ അത്രയും എളുപ്പമാണ്. അപ്പോൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വിടർന്നിരിക്കണമെങ്കിൽ ആ ഒരു ഭംഗി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യാതെ കാണിക്കുക. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് നഖം കൊണ്ടൊന്ന് വലിച്ചു കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് പിടിച്ച് നോക്കാം. ഒരേപോലാണോ അടിച്ചിരിക്കുന്നത്? കാരണം വ്യത്യാസം വന്നതുകൊണ്ടോ, നമ്മൾ ഒരേപോലാണ് വേണ്ടത്. അതിപ്പോൾ രണ്ടിനും 2 വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ലെവലാക്കണം. ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒന്നുകൂടെ അഴിച്ച് ശരിയാക്കുന്നുണ്ട്. ആദ്യത്തെ പീസിൻ്റെ രണ്ടാമത് തയ്ച്ച പീസിൻ്റെ അളവിൽ തന്നെ തയ്ക്കാൻ വേണ്ടി ആദ്യത്തെ പീസ് ഒന്നുകൂടി വെച്ച് കറക്റ്റായിട്ട് പിടിച്ച് 2 ഒരേ ലെവലിൽ തന്നെ വേണം തയ്ച്ചെടുക്കാൻ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അഴിച്ചിട്ട് രണ്ടാമത് റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ 2 പീസും ഒരേപോലെ തന്നെ ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡും കൂടെ വെച്ച് നമുക്കത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഗോൾഡൻ ത്രെഡാണ് എടുക്കുന്നത്. അതിപ്പോൾ നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കണം. അതായത് ആ ഫോൾഡ് ചെയ്ത വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട്, അല്ല ഫോൾഡ് ഇല്ലാത്ത വശങ്ങൾ മേലിലും താഴെയും വരത്തക്ക രീതിയിലാക്കി ഞാനിപ്പോൾ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ കണ്ടോ, മടക്ക് വശങ്ങൾ 2 ഒരുപോലെ വരണം. അങ്ങനെ വെച്ച് ടോയിന് വെച്ച് നമുക്കിനി അതിൻ്റെ മുകളിലായിട്ട് മറ്റേ 2 പീസും അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് ഇനി നമുക്ക് ആ വീഡിയോ കാണിക്കുന്ന പോലെ 2 കോണും നല്ലപോലെ പിടിച്ച് അടിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്കിനി അത് ലെവലെ അടിച്ചെടുക്കാം. ഞാൻ വീഡിയോ നല്ലപോലെ കാണിക്കുന്നുണ്ട്. ആ നോട്ടിൻ്റെ ആ ഭാഗം വരുമ്പോൾ, ത്രെഡിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് ഒന്ന് ലോക്കിട്ട് കൊടുക്കണേ. താഴെ മെല്ലും പിന്നെ നമ്മൾ അടിച്ച് നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങുന്നിടത്ത് നമ്മൾ കെട്ടിടാറുണ്ട്, അടിച്ച് നിർത്തുന്നിടത്ത് നമ്മൾ കെട്ടിടാറുണ്ട്. അതങ്ങനെ തന്നെ ചെയ്താൽ മതി. താഴെ മെല്ലൊക്കെ കെട്ടിട്ട് വിടുക. എന്നിട്ട് നമുക്കിനി അത് മറിച്ചിടാം. എല്ലാ ഭാഗവും ക്ലിയറായിട്ട് കട്ട് ചെയ്ത് അധികം നിൽക്കുന്ന പീസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നൂലുമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. ഇനി അത് നമുക്ക് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ കണ്ടോ, നല്ല കുട പോലെ നല്ല വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടും. നമ്മൾ ബാക്കിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു പീസും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഒരു പീസേ അടിച്ചുള്ളൂ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ.